ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോ അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, അത്രയും ഓഫറിലാണ് കൊടുക്കുന്നത്. ഓഫർ റേറ്റ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ മൊത്തം നല്ലൊരു ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. റേറ്റ് അത്രയും കുറവിലാണ്. പ്രോഫിറ്റ്, ചെറിയൊരു പ്രോഫിറ്റ് എടുത്തുകൊണ്ടാണ് ഇത്രയും ഓൺലൈനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഷിപ്പിങ്ങിന്റെ കാര്യം നിങ്ങൾ വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് ഷിപ്പിംഗ് വാങ്ങിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതലും രണ്ടിൽ കൂടുതലും വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയും എന്റെ ഷിപ്പിംഗ് ചാർജിന്റെ കാര്യം അറിയും. അപ്പോൾ ഓരോരുത്തരോടും അത് പറയാൻ കാരണം ഒരു കാര്യം ഉണ്ട് എന്ന് വിചാരിച്ചോ, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പിന്നെ എല്ലാരോടും കൂടിയിട്ടല്ല, ഇത്രയും ഓഫർ തരുന്ന ഐറ്റം, ഇത്രയും ഷിപ്പിങ്ങിലും കുറവ്, ഓഫറിലും കുറവ്, ഓഫറിൽ കുറവല്ല, ഇത്ര ഓഫർ ഐറ്റം പ്രോഫിറ്റിൽ കുറവ്, അങ്ങനെ തരുന്ന ഒരു ഐറ്റം നമ്മൾ എന്തായാലും റിട്ടേൺ എടുത്താൽ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാളോടുള്ള ഇതാണ് ഞാൻ എല്ലാരോടും കൂടി പറയുന്നത്. ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഓരോരുത്തരോടും വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിക്കാം. അത് റിട്ടേൺ ഇല്ലാന്ന് പ്രത്യേകിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. അത്രയും പ്രോഫിറ്റ് കുറവിൽ ഞാൻ വാങ്ങിക്കുന്നതാണ്. ഞാൻ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അപ്പൊ വലിയൊരു കച്ചവടക്കാരിയൊന്നുമല്ല, ചെറിയൊരു കച്ചവടം ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ്. പിന്നെ എന്തിനും നെഗറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതിൽ നെഗറ്റീവ് കണ്ടുപിടിക്കും. അത് ഏതൊരു ഇതിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ. അപ്പൊ നെഗറ്റീവില് പറയുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ്. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക, താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എന്റെ പ്രൊഡക്റ്റ് എടുക്കൂ എന്നിട്ട് ആരോടും ഞാൻ വന്ന് പറയുന്നില്ല. ഇഷ്ടമുള്ളവരും തൃപ്തിയുള്ളവരും മാത്രം എടുക്കുക. പിന്നെ റിട്ടേൺ ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നത് അതെന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. അത്രയും ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ട് മാത്രം. പിന്നെ ബ്രാൻഡഡ് ഐറ്റം എന്നുള്ളൊരു ഇത്, ഏതൊരു ബ്രാൻഡഡ് ഐറ്റം വിൽക്കുന്നവർക്ക് റിട്ടേൺ എടുക്കാം. കാരണം അവര് അത്രയും പ്രോഫിറ്റ് വാങ്ങിക്കുന്നവരായിരിക്കും, അതുകൊണ്ട് റിട്ടേൺ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അത്ര പ്രോഫിറ്റ് എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഓരോരുത്തർക്കും അറിയാം. ഒരു കുഞ്ഞു ലാഭത്തിന് മാത്രം എടുക്കണതാണ്. പിന്നെ ചിലതില് ഞാൻ അത്രയും ഓഫറിൽ തരുമ്പോ ചെറിയ ലാഭം പോലും എടുക്കാതെ ലോസിൽ കൊടുക്കുന്ന ഐറ്റം ഉണ്ട്. ഞാൻ കുറെ ഇങ്ങനെ ഇതിലുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തരുന്നുണ്ട്. കുറെ മുമ്പുള്ള സ്റ്റോക്കാണ്, ക്ലിയറൻസ് സെയിലാണ്, സ്റ്റോക്ക് ഔട്ട് സെയിലാണെന്ന് പറഞ്ഞിട്ട് ചിലതിൽ ലാഭം കിട്ടും, ചിലതിൽ ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു തുല്യമായിട്ട് പോയിട്ട് അങ്ങനെ കൊടുക്കുന്ന ഐറ്റംസും ഉണ്ട്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കിത് തരുമ്പോ ചില നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, എല്ലാവരും ഞാൻ പറയില്ല, എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണവരും ഉണ്ട്, എനിക്കറിയാം. എന്താണ് കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാനും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടാണ് പറയുന്നത്. ബ്രാൻഡഡ് ഐറ്റം അവര് റിട്ടേൺ എടുക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. കാരണം എന്റെ ഐറ്റം അതിന്റെ അത്രയും ഓഫർ റേറ്റിലാണ് ഞാൻ തരുന്നത് എന്നുള്ളത് എനിക്കറിയാം. വാങ്ങിച്ച ഓരോരുത്തർക്കും അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിക്കുക, അല്ലാത്തവർ വാങ്ങണ്ട. ഞാൻ ഒരിക്കലും ആരോടും എന്റെ സാധനം എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എന്റെ ലാഭം, എനിക്ക് കുറച്ചൊരു ലാഭത്തിന് വേണ്ടി എനിക്ക് ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്. അത് ഉൾക്കൊണ്ട് എനിക്ക് റിട്ടേൺ ഇല്ല എന്നുള്ളത്, ഞാൻ ഇത്രയും പ്രോഫിറ്റ് കുറവിലും ഇത്രയും ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് റിട്ടേൺ വാങ്ങിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്റെ കാര്യം എന്താവും എന്നുള്ളത്. അപ്പോ പിന്നെ ഡാമേജ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാമേജ് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഞാനത് റിട്ടേൺ എടുക്കാറുണ്ട്, എടുത്തിട്ടുമുണ്ട്. അത് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അത് തിരുത്തിയിരിക്കും. അപ്പോ നിങ്ങൾ ഓരോരുത്തരും പറയും ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഓപ്പൺ ആയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേരോട് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അത് കേൾക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തവർ എടുക്കണ്ട. താല്പര്യമില്ലാത്തവർ എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെ ഓഫർ സെയിൽ നിങ്ങൾ സെയിലിന് എടുക്കണ്ടെന്ന് ഞാൻ പറയും. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എടുത്തോളൂ. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് കുറ്റം പറയാൻ പാടില്ല, അതും ഞാൻ പറയലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ഓരോരോ വീഡിയോയിലും ഞാനിത് പറയില്ല.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോവുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതിപ്പോ ഞാനൊരു അടുത്ത വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു, അതിന്റെ ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളത്. ഇപ്പൊ ബ്രാൻഡഡ് ഐറ്റം റിട്ടേൺ എടുക്കുന്നു എന്ന് പറഞ്ഞു. ബ്രാൻഡഡ് ഐറ്റം റിട്ടേൺ എടുക്കുന്നുണ്ടാവും, അത്രയും ലാഭം അവർ അതിൽ എടുക്കുന്നുണ്ടാവും ഓരോന്നിലും. പക്ഷെ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർക്കും അറിയാൻ പറ്റും ഞാൻ എത്രയാണ് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോ അവരോടൊന്നും എനിക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഈ നെഗറ്റീവ് പറയുന്ന ഈ ആൾക്കാരോടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. അപ്പൊ ഓക്കെ ആയവര് മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വലിച്ചു നീട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, 5 മിനിറ്റ് ആയി. അപ്പോ ക്ഷമിക്കുക. ഞാനപ്പോ ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം ആണ്. മിക്സിംഗ് ഐറ്റമാണ്, ഓഫർ സെയിലാണ്, സ്റ്റോക്ക് ഔട്ട് സെയിലാണ്. പ്രത്യേകം പറയാണ്, 249 മാത്രമേ ഉള്ളൂ, 249 രൂപ മാത്രമേ ഉള്ളൂ. വേണ്ടവര് വേഗം വേഗം എടുക്കുക കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഇതുണ്ടോ, ഫുൾ ഓപ്പൺ ആണ്, കോളർ നെക്ക് ആണ്, എക്സൽ ആണ് സൈസ് കേട്ടോ. ഇതില് 2 സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. എക്സൽ ആണ്, സ്മോൾ മീഡിയം ലാർജർക്കും ഒക്കെ യൂസ് ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ്. ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് ഒരു ചെറുതാണ് കേട്ടോ, ഒരു 10-12 വയസ്സായ കുട്ടികൾക്ക് പറ്റിയ ഒരു വൈറ്റ് ആണ് കേട്ടോ, ഫ്രോക്കാണ്. അതില് ലൈനിങ് ഒക്കെ ഉണ്ട്, നല്ല കുഴഞ്ഞ ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് വൈറ്റ് ആണ്. അത് 40 ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത്. പഫ് സ്ലീവ് ആണ്, ഫ്രോക്കാണ്. ബോർഡർ ചെറിയൊരു സിൽവർ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, കണ്ടില്ലേ. ഇതൊരു ഷോർട്ടാണ് കേട്ടോ, ഷോർട്ട് കുർത്തിയാണ്. നല്ലൊരു ലെയർ ടൈപ്പ് കണ്ടില്ലേ, താഴെ ഒരു ലെയർ വരുന്നുണ്ട്, സ്ലീവില് ഇലാസ്റ്റിക് വരുന്നുണ്ട്, ഷിഫോൺ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. കാരണം ഇത്രയും റേറ്റ് കുറവിൽ കൊടുത്തിട്ടും നെഗറ്റീവ് കണ്ടെത്തി അതിനെ പറയുമ്പോ നമുക്കത് എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത് അത് ഈ നെഗറ്റീവ് പറയുന്നവർ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇത് വലിയ സൈസാണ് കേട്ടോ. നേരത്തെ ഇതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചിരുന്നു, 3XL ആണ് സൈസ് വരുന്നത്. ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ്. അവിടെ നല്ല ലെങ്ത്തും ഉണ്ട്, വീതിയും വരുന്നുണ്ട് കേട്ടോ. നിൽക്കുമ്പോ അണിയിലല്ലേ അത്. നല്ലൊരു അടിപൊളി ഫുൾ ഫ്രോക്കാണ് കേട്ടോ, പഫ് ഫ്രോക്കാണ്. സൈസ് വന്നിട്ട് XL ആണ് കേട്ടോ. ഫുൾ ലൈനിങ് ഉണ്ട്, നെറ്റ് ടൈപ്പ് ആണ് കേട്ടോ, റെഡ് ആണ്. ഇതൊരു മീഡിയം ആണ്, ഒരു ഫ്രോക്കാണ് കേട്ടോ. ഒരു 10-12 വയസ്സായ കുട്ടികൾക്ക് പറ്റിയ ഒരു ഫ്രോക്കാണ്. പിന്നെ അജ്രക്കില് XXL ആണ്. ഒരേ ഒരു പീസേ ഉള്ളൂ, ആർക്കാ കിട്ടുകയെന്ന് അറിയില്ല. അത്രയും അടിപൊളി ഐറ്റം കേട്ടോ. ഓക്കെ, 590 കൊടുത്ത പീസാണ്. പിന്നെ കോട്ടൺ ആണ്. കോട്ടണില് ഒരു XXL സൈസ് ആണ് കേട്ടോ. പിന്നെ ഒരു ഫുൾ ഓപ്പൺ ആണ്, XL ആണ് സൈസ്. ഫുൾ ഓപ്പൺ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ഫുൾ ഫ്രോക്കാണ്, കോട്ടൺ ആണ്. അടിപൊളി ഐറ്റം ആണ് അല്ലേ. പിന്നെ വരുന്നത് അടിപൊളി ഐറ്റം, റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ, വിത്ത് കോട്ടൺ. നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് കേട്ടോ. നല്ലൊരു പീച്ച് കളറാ. ഇത് വന്നിട്ട് ഒരു സ്മോള് മീഡിയം ലാർജുകാർക്ക് ഓക്കെ ആവും കേട്ടോ. ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നല്ലൊരു സ്ട്രക്ചബിൾ ആണ് കേട്ടോ അത്. അതിൽ നല്ല സ്ട്രെച്ചബിൾ ആണ്. സ്മോള് മീഡിയംകാരൊക്കെ ചോദിക്കുക. ഇത് ഒരു ലാർജ് ആണ്, റെഡ് ഫ്രോക്ക് ആണ് കേട്ടോ. കുഞ്ഞ് സ്ലീവ് ആണ് വരുന്നത്, ഡോറീസ് ഉണ്ട്, ലാർജ് ആണ് സൈസ്. പിന്നെ ഇതൊരു ഫ്രോക്കാണ്,
അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. ഒരേ ഒരു പീസ് ഉള്ളൂ. എക്സൽ ആണ് സൈസ്. പഫ് സ്ലീവ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഇത് ഒരു സ്മോള് മീഡിയം കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെസ്റ്റ് അളവ് അറിയണമെങ്കിൽ ഒന്ന് ചോദിക്കാം. മിക്സ്ഡ് ഐറ്റം ആയതുകൊണ്ട് ഓരോന്നും ഞാൻ ചെസ്റ്റ് അളവ് നോക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇനിയിപ്പോ ചോദിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ, മെലിഞ്ഞവരാണെങ്കിൽ ഒന്നും ചോദിക്കണ്ട. ഇതിപ്പോ ഏകദേശം ഒരു ലാർജ് വരെ പറ്റും കേട്ടോ. അപ്പോ നിർബന്ധമുള്ളവർക്ക് മാത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഒരു വൈറ്റ് ഫ്രോക്കാണ്. പിന്നെ ഈ വൈറ്റ് ഫ്രോക്കിൽ ഒരു സംഭവം കാണിച്ചുതരാം. ഇത് ഇവിടെ ചെറിയൊരു മടക്കില് ഒരു ചെറിയ അതാ ചെളി പോലെ ഉണ്ട്. അത് വാഷ് ചെയ്താൽ പോണതാണ്, വേണ്ടവർ മാത്രം പറയുക കേട്ടോ. ഞാൻ ഇനി വാഷ് ചെയ്യാൻ നിൽക്കണില്ല. ഒരു മടക്കില് വന്നതാണ് കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടല്ലോ, പറയാതെ നമ്മൾ കൊടുക്കണില്ലല്ലോ. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് എന്നോട് താങ്ക്സ് പറയുന്നുണ്ട്, നിങ്ങൾ ഓപ്പൺ ആയി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ എനിക്ക് പറയാണ്ട് കൊടുത്തു വിടാം, പക്ഷെ ഞാൻ അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അപ്പോ വേണ്ടവര് മാത്രം എടുക്കുക കേട്ടോ. ഇത് ഒരു 10-12 വയസ്സായ കുട്ടികൾക്കുള്ള ഫ്രോക്കാണ്. ഇതൊരു ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. കോട്ടൺ ആണ്, ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത് ക്രയോൺ വിത്ത് കോട്ടൺ ആണ്, സ്റ്റോൺ ആണ് ഫുൾ കേട്ടോ. ഫുൾ സ്റ്റോൺ ആണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു, അതിന്റെ കളർ ചേഞ്ച് ആണ്. 3XL ആണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നെ മാർബിൾ ഫ്രോക്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് 2 ബാലൻസ് ഉള്ളതാണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് പഫാണ് സ്ലീവ് വരുന്നത്. XXL വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു കോളർ നെക്കാണ്, നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇതൊരു ഫുൾ ഫ്രോക്ക് ആണ് കേട്ടോ. ഷിഫോൺ ആണ് മെറ്റീരിയല്. ഒരു മീഡിയം, സ്മോള്, മീഡിയം, ലാർജ് അടുത്തൊക്കെ ചോദിക്കാം. ഇത് മാർബിൾ ഫ്രോക്ക് ആണ്. ഇത് XXL വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹാഷ് കളറാണ്. ഇതൊരു ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഇത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ. ഇതൊരു പോഞ്ചോ ടൈപ്പ് ആണ്, കോട്ടൺ ആണ്, ഒരെണ്ണം തന്നെ ഉള്ളൂ. ഈ പോഞ്ചോ ടൈപ്പിൽ അവിടെ ഇങ്ങനെ ഫ്ലയർ വരും കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ അടുത്തത് XXL ഒരു കുർത്തിയാണ് കേട്ടോ. ഷോർട്ട് കുർത്തിയാണ്, ജീൻസിനൊക്കെ വെയർ ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ നല്ലൊരു അടിപൊളി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷോർട്ട് കുർത്തി. അപ്പോൾ ഇത്രയും പീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എടുക്കുക. ഓപ്പൺ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല, ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ്. അപ്പോൾ വേണ്ടവർ മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത അടിപൊളി ഓഫർ വരുന്നിട്ടോ, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.